ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. യജുസംഹിതയിലെ രണ്ടാമത്തെ ഖണ്ഡം, അതിലെ ആറാമത്തെ പ്രശ്നമാണ് തുടങ്ങുന്നത്. സമീപോ യജതി വസന്തമേവ പൂർണ്ണാം അവതരത്തെ. ഇങ്ങനെയുള്ള മന്ത്രങ്ങളാണ്. എങ്ങനെ ഋഗ്വേദവും തുടങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ മന്ത്രങ്ങൾ രുദ്ര ഘനപാരായണം.
അയാതയാമ ആഞ്ജലിയെ വേദത്തിൽ ഒരു വാക്യം വരുന്നുണ്ട്. അയാതയാമത്വം. യാതയാമത്വം എന്ന് പറഞ്ഞാൽ അതൊരു ദോഷമാണ്. യാതയാമത്വ ദോഷം എന്ന് പറയും. ഹോമത്തിൽ ഹവിസ് ചെയ്യുന്നത് ചില ഹവിസുകൾ അതിന് യാതയാമത്വ ദോഷങ്ങളുണ്ട്. അതെങ്ങനെ പറഞ്ഞാൽ ചിരു എന്ന് പറയും. അന്നം ഹോമിക്കുന്നത് ചിരു എന്ന് പറയും. ചെറു വേദത്തിൽ ചെറു എന്ന് പറയും. ചെറു, അപാല, പുരോടാശ അങ്ങനെയുള്ള ആജ്യം. അങ്ങനെ ഈ ചെറു ഇന്ന് വെച്ച ചെറു അത് നാളേക്കാവുമ്പോ അത് യാത്രയാമത്വ ദോഷമാണ്. യാത്രയാമത്വം എന്ന് പറഞ്ഞാൽ ഇത് കേടുവരുന്നതെന്ന് പറയും. യാത്രയാമത്വ ദോഷം. എന്നാ ആജ്യം നെയ്ക്ക് യാത്രയാമത്വ ദോഷമില്ല. അയാതയാമ ജനിക്ക് വേദാണ് പറയുന്നത്, വേദാധാരം. അത് എത്ര കൊല്ലം വെച്ചാലും അതിന് ഹോമിക്കാം, ഹോമത്തിന് ഉപയോഗിക്കാം. നെയ്യ് ഇത്ര പഴയതായാലും അത് ഹോമിക്കാൻ ഉപയോഗിക്കാം, ഹോമത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതിന് യാതയാമത്വ ദോഷമില്ല. പക്ഷേ അതിന് ദോഷം വരുന്നുണ്ട്. എപ്പോ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഭാഗത്തിൽ വരുന്ന മന്ത്രങ്ങളാണ്. യജുശാഖ ബ്രാഹ്മണ ഭാഗത്തിൽ ഇവിടെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ഇതാണ് വിഷയമാണിത്. ഈ ആധുനിക പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്രീഡ് ഉണ്ടല്ലോ, ഹോളിസ്റ്റൈൻ, പിന്നെ ജെർസി. ഈ ബ്രീഡ് ഇതാണ് അന്നൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേദ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് വിഷയമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൽ ആശയം വരുന്നത്
അതിൽ ഈ ഹോളിസ്റ്റിൻ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ ബ്രീഡുകൾ ഇന്ത്യ പാല് കുടിച്ചാൽ അത് ഈ മനുഷ്യന്മാർക്ക് അത്രത്തോളം ഇതാവില്ല. ഈ ചില പ്രാണികൾ, നായി ഇങ്ങനെയുള്ള പ്രാണികൾക്ക്, പ്രാണികളെ പറയാം, അങ്ങനെയുള്ള എനിമൽസ് എന്താ പറയുക, ജീവികൾ, അതിന് ഈ പാല് മാത്രമേ മുഖ്യ ആഹാരമായി കൊടുത്താൽ ഈ എള്ള് അത് വേഗം പൊട്ടിപ്പോകും. നിങ്ങൾക്കറിയാം, ചില ഈ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഇത് കാലിങ്ങനെ ആയിരിക്കും. അത് പാല് അധികം കൊടുത്താൽ ഈ ആധുനികമായ അതെന്ത് കാരണം എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് പാല് ദോഹനം എന്താ പറയാ, കറക്കുമ്പോ ദോഹനാണ് സംസ്കൃതത്തിൽ പറയാം. ഗോദോഹനം, ദോഹനം, കരക്കം. ഈ ദോഹനം ചെയ്യുമ്പോൾ, കരക്കുമ്പോ അമ്മമാർക്കറിയാം ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞാൽ അതിനെ കഴുകണം, കഴുകിയിട്ട് പശുക്കുട്ടിനെ ഇടണം, പിന്നെ പശുക്കുട്ടിനെ കുത്തിയിട്ട് കുറച്ച് നെയ്യോ അങ്ങനെ പിന്നെ കറക്കുന്നതാണ്, ദോഹനം ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പാല് ഇത് നമ്മളുടെ എങ്ങനെ ഡൈജഷൻ ആവുന്നതെന്ന് പറഞ്ഞാൽ പാലായിട്ട് ഡൈജഷൻ ആവുന്നതല്ല, അത് തൈരാണ്. വയറിൽ നമ്മുടെ ഒരു ആസിഡ് ഉണ്ട്, അറിയാം, സയൻസ് സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അത് അങ്ങനെയായിട്ട് അത് ഇതാവും. അങ്ങനെ ആണെങ്കിൽ ഒരു ബാക്ടീരിയ വേണം, ലാക്ടോബാസിലസ് എന്ന് പറയും. ലാക്ടോബാസിലസ് സയൻസ് സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ അറിയാം, സയന്റിസ്റ്റിലൊക്കെ വരുന്നുണ്ട്, സയൻസിലെ ഡിഗ്രിയിലൊക്കെ. ലാക്ടോബാസിലസ് എന്ന് പറയും. ആ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ വേണം. അത് പാല് ഇതായിട്ട് തൈരായിട്ട് മാറണമെങ്കിൽ നമ്മുടെ വയറിൽ. അങ്ങനെയാണ് ഡൈജഷൻ ആവുന്നത്. ഈ പശുക്കുട്ടിയുടെ എന്താ പറയാ, പശുക്കുട്ടി കുടിക്കുമ്പോ അതിന്റെ വായിലെ ഈ ലാക്ടോബാസിലസ്, ഈ ബാക്ടീരിയ ഇഷ്ടംപോലെ ഉണ്ടാവും. അത് കുടിച്ച് കഴിഞ്ഞ് നമ്മൾ കറക്കുമ്പോൾ അത് പാലിൽ വീഴും, ആ ലാക്ടോബാസിലസ് ബാക്ടീരിയ. അതിനെ പിന്നെ നമ്മൾ തിളപ്പിക്കണം, അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയ അത് മരിച്ചു പോവില്ല, ചത്തുപോവില്ല. അതെങ്ങനെ ഉണ്ടാവും? അത് 1000 degrees Celsius ഒക്കെ വേണം. അതെങ്ങനെ ഉണ്ടാവും? ഈ 100 degrees അതൊന്നും പോവില്ല. അപ്പൊ നമ്മൾ പാൽ കുടിക്കുമ്പോൾ അത് വേഗം നമ്മൾ ദേഹത്തിൽ ഡൈജഷൻ ആവും. പക്ഷേ ഈ ആധുനികമായ ഈ ഇങ്ങനെയുള്ള ഈ പശു അഥവാ പശുക്കുട്ടി അതിന്റെ വായിൽ അത് ചിലപ്പോൾ ഇപ്പോഴത്തെ പശുക്കൾക്ക് പശുക്കുട്ടി വേണ്ട, അത് പശുക്കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അത് പാലിലും. ഈ നാടൻ പശു അങ്ങനെയല്ല, അതിന്റെ കുട്ടി വേണം. ഇപ്പോഴത്തെ പശുക്ക് അങ്ങനെയല്ല. അപ്പോ അങ്ങനെ നേരിട്ട് അതിനെ ദോഹനം ചെയ്താൽ കറന്നാൽ അപ്പോ അതിൽ ലാക്ടോബാസിലസിന്റെ കുറവുണ്ടാവും. അപ്പോ അത് നമ്മൾ കുടിക്കുമ്പോ ആ ബാക്ടീരിയ അത് നമ്മളുടെ എള്ള് ബോണിൽ നിന്ന് എടുക്കും. അപ്പോ നമ്മളുടെ എള്ള്, ആ ബോൺ അത് ഇതാവും. അതുകൊണ്ടാണ് അതിന് ഈ വേദം പറയുന്നത് അതിനെ പറ്റി എന്താണ് പറഞ്ഞാൽ യഥാ ഹവിഷേ വത്സാജയന്തി, യഥാ ഹവിഷേ വത്സ എന്ന് പറഞ്ഞാൽ വത്സാനുള്ള ശബ്ദം വന്നതേ പശുക്കുട്ടിയെ കണ്ടിട്ടാണ്. വത്സ അത് സംസ്കൃതത്തിലുണ്ട്. യഥാ ഹവിഷേ വത്സ അപാകൃതാജയന്തി, പശുക്കുട്ടിയെ വിടാതെ ദോഹനം ചെയ്താൽ അപാകൃതാജയന്തി സാണ് ദുഃഖ്യാത്, അങ്ങനെ ചെയ്താൽ പാല് ഇറന്നാൽ ആ പാലും ആ പാലിന്റെ നെയ്യുമായിരിക്കും, തൈരായിരിക്കും, ആ പാലിന്റെ എല്ലാ ആ ഹവിസ് അത് യാതയാമത്വ ദോഷമുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഈ പശുക്കുട്ടി ഉള്ള പശുവിന്റെ പാലോ അതോ പശുവിന്റെ നെയ്യോ ആണ് വേണ്ടത് ഉപയോഗിക്കാൻ. അത് പശുക്കുട്ടി
ഇണ്ട മാത്രം പോരാ. അത് ഉണ്ടാവണം. ഉണ്ടായിട്ട് അതിനെ കിടക്കുമ്പോ അതിനെ വിടണം. അത് പാല് കുടിക്കാം. പിന്നെ അതിനെ എടുത്ത് കെട്ടിട്ട് പിന്നെ നമ്മൾ കിടക്കണം. അങ്ങനെ കറന്ന ആ പാലോ നെയ്യോ തൈരോ അത് മാത്രമാണ് നല്ല ശുദ്ധമായ മനസ്സ്. അതാണ് പറയുന്നത്. ഈ ആധുനികമായ വേദവും പിന്നെ പ്രാചീനവും ഈ അർവാചീനവും ആയ ഒരു ബന്ധം അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ വേദത്തിൽ പറയും ഇങ്ങനെ ചെയ്യണം. പക്ഷേ അത് ആധുനികമായി സയന്റിഫിക് അതിന്റെ പ്രൂഫ് എന്താ? ആധുനിക വിജ്ഞാനം അതെങ്ങനെ പറയുന്നുണ്ട് എന്ന് ഇങ്ങനെ വിചാരിച്ചാൽ ഇങ്ങനെ ഒരേ ഇതുണ്ട്. എല്ലാം ഒരേ പറയാൻ സമയമില്ല. പിന്നെ എനിക്ക് വേറെ പറയാനും കിട്ടുന്നില്ല. പിടിച്ച് പറയണം. അതുകൊണ്ട് ഇല്ലെങ്കിൽ കുറെ ഇങ്ങനെയുള്ള ഇതുണ്ട് ഈ വേദത്തിൽ. വേദമാണ് ആധുനികമായ സയൻസ്. നമ്മൾ വിചാരിക്കും ചില ഇങ്ങനെ വർത്തമാനം പറയുമ്പോ ഈ ആധുനിക ഇവർ പറയും എന്താന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ആക്രമണം അത് ഇല്ലെങ്കിൽ ഭാരതത്തിൽ ഈ വിജ്ഞാനം കൊണ്ടുവന്നത് യൂറോപ്പിന്റെയാണ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതിനേക്കാട്ട് എത്രയോ 1000 കൊല്ലം മുമ്പേ നമ്മളുടെ സയൻസ് ഉണ്ടായിരുന്നു. അത് എത്ര ഡീപ്പായിട്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കണ്ട നിങ്ങൾ ഇങ്ങനെ ടൂർ പോകുമ്പോ ഞങ്ങൾ ടൂർ പോകും, എല്ലാ കൊല്ലം പോകും. ടോട്ടൽ ഫുൾ ഇന്ത്യ കഴിഞ്ഞു, ചില ഭാഗങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ഞങ്ങൾ വരുമ്പോ അമരനാഥ് യാത്ര പോയിട്ടാണ് വന്നത്. അത് വേണം, കുറച്ച് ക്ഷീണമുണ്ട്. അങ്ങനെ അവിടെ കാണുമ്പോ എനിക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ ടീമായിട്ട് പോകുന്നത്, ഫാമിലി ടീമായിട്ട്, നിങ്ങൾക്ക് ആശ്ചര്യമാവും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഭാരതത്തിൽ, ഇങ്ങനെയൊരു സയൻസ് ഉണ്ടായിരുന്നു. ഇത്രത്തോളം അതിന്റെ ഡീപ്പായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഈ വേദത്തിൽ വരുന്നതും അവിടെ പോയ കണ്ട അതും രണ്ട് ഒന്ന് ചേർത്ത് നോക്കിയാൽ അതിന്റെ ഒരു അത്ഭുതമാണത്. നമ്മളുടെ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടീ വേൾഡ് ഫസ്റ്റായിട്ട് വിജ്ഞാന ഭാഗമായിട്ട് തന്നത് നമ്മളുടെ ഭാരതീയ പരമ്പരയാണ്, ഭാരതീയ വേദമാണ്. വേദത്തിൽ എത്രത്തോളം ഒരു ഇൻവെൻഷൻ, എന്താ പറയാ, ഇൻവെൻഷൻ അതുണ്ട്, കണ്ടുപിടുത്തം. അത് പറയാനാവില്ല. എത്രത്തോളം മഹർഷികളോ മഹർഷികൾ എത്രത്തോളം ഇൻവെൻഷൻ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഒരു വാക്യം, ഒരു ശബ്ദം പറയണമെങ്കിൽ അതിൽ അത്രത്തോളം ഇൻവെൻഷൻ ഉണ്ട് ആ സംസ്കൃത ശബ്ദത്തിൽ. ഓരോ ശബ്ദവും ഇപ്പൊ നമ്മൾ പറയും നവഗ്രഹങ്ങൾ അറിയാം നിങ്ങൾക്ക്. നവഗ്രഹങ്ങൾ ചൊവ്വ, ബുധൻ, ഗുരുഗ്രഹം അറിയാം. ഗുരു എന്താ പറയാ? സംസ്കൃതത്തിൽ ഗുരു എന്ന് പറയും. ഈ ഗുരു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒരു ഗുരു നമ്മൾ പഠിക്കുന്ന ഗുരുനാഥൻ. ഇനി ഗുരു എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമുണ്ട്. എബിക് ഗുരു എന്ന് പറഞ്ഞാൽ വലിയത്. പിന്നെ ഘനമുള്ളത് എന്നെ ഗുരു എന്ന് പറയും. ഗുരുതരമായ ശബ്ദമുണ്ട്, കർണാടകത്തിലുണ്ട്, മലയാളത്തിൽ ഉണ്ടാവാറില്ല. ഗുരുതരമായ എന്ന് പറയും. ഗുരുതരമായ പറഞ്ഞാൽ വലുതായ ഗുരുതരമായ പ്രശ്നങ്ങൾ, ഗുരുതരമായ അങ്ങനെ ഗുരുതരമായ പറഞ്ഞാൽ വലുത്. ഈ നവഗ്രഹങ്ങൾ കാണുമ്പോ ആധുനികമായ സയൻസ് പറയും എല്ലാ ഗ്രഹങ്ങളിലും കൂടുതൽ വലിയ ഗ്രഹമാണ് ഗുരുഗ്രഹം. കൂടുതൽ വിസ്തീർണം, വ്യാപ്തി അതിന്റെ. അത് പിന്നെ മാത്രമല്ല, അതിന്റെ ഘനവും കൂടുതലാണ്. ഭൂമിന്റെ എല്ലാ ഗ്രഹത്തിനെയും കൂടുതൽ ഘനമുള്ള ഗ്രഹമാണ് ഗുരുഗ്രഹം. അതുകൊണ്ട് അതിന് ഗുരു എന്നുള്ള പേര് വെച്ചു. ശനീശ്വര, ശനി എന്താണ് പറയും? ശനീശ്വര. അതിനെ ശനൈശ്വര, ശനൈഹി ചരതീതി ശനൈശ്വര. സ്ലോലി, ശനൈഹി മീൻസ് സ്ലോലി, മെല്ലനെ, സ്ലോലി എന്താണ് പറയാ? മെല്ലെ സാധാരണ. ശനൈഹി ചരതി, സ്ലോലി മൂവിംഗ് ആണ് ഇതിന്റെ. ഈ എല്ലാ ഗ്രഹങ്ങളും എല്ലാവർക്കും അറിയാം. അത് ഇങ്ങനെ തിരിയും, പിന്നെ ഇങ്ങനെയും തിരിയും, ഇങ്ങനെ അറിയാം, എല്ലാവർക്കും അറിയാം. ഈ നമ്മുടെ ഭൂമി ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ ഇത് 24 മണിക്കൂർ വേണം. ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ 1 കൊല്ലം വേണം, 165 പറയും. അങ്ങനെ ഈ എല്ലാ നവഗ്രഹത്തിലെയും
മെല്ലനെ തിരിയുന്നത്, സ്ലോലി തിരിയുന്നത്. അതിന് ഒരു ചുറ്റം തിരിയണമെങ്കിൽ 2.5 കൊല്ലം വേണം, ജ്യോതിശാസ്ത്രത്തിൽ വരുന്നത്. അതുകൊണ്ട് അതിന് ശനൈശ്വരഹാന്ന് പേര് വെച്ചു. അപ്പൊ എങ്ങനെ നമ്മളുടെ ഋഷിക്കൾക്ക് അത് മനസ്സിലായത്? ഇത് മെല്ലെ സ്ലോലിയാണ് ഇത് പോകുന്നത്, ഇന്ത്യ മൂവിങ് സ്ലോലിയാണ്, ഇത് എല്ലാ ഗ്രഹങ്ങളിലും കാട്ടും സ്ലോലിയാണ് ഇത് മൂവ് ആവുന്നത്. അപ്പോ അത്രത്തോളം ഇൻവെൻഷൻ ഉണ്ട്. ഗുരു അത് അത്ര വലുത്, എല്ലാ ഗ്രഹങ്ങളിലേക്കാട്ടും വലുതാണ്. അന്ന് എങ്ങനെ മനസ്സിലായി? അത്രത്തോളം ഇൻവെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ഈ വൃക്ഷങ്ങൾക്ക് ജീവം ഉണ്ട് എന്ന് പറഞ്ഞത് ആദ്യമായി നമ്മുടെ ബോസ് അല്ലെ, അറിയാം, കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, പുസ്തകത്തിൽ വരുന്നത്, പാഠപുസ്തകത്തിൽ. ആധുനിക വിജ്ഞാനം ഈ ബോസ് പറയുന്ന മുന്നേ നമ്മളുടെ സയൻസിന് അറിയാം, വേദത്തിന് അറിയാം, നമ്മുടെ സംസ്കൃതത്തിൽ ഉണ്ട്. സസ്യങ്ങൾ എന്ന് പറയാം, സസ്യങ്ങൾക്ക് അങ്ങനെ പറയാം, സസ്യങ്ങൾക്ക് ജീവൻ ഉണ്ട്. അതുകൊണ്ട് ഈ എല്ലാ സസ്യങ്ങൾക്കും മാസമായിട്ട് ഒരു പേര് വെച്ചു. എന്താന്ന് പറഞ്ഞാൽ പാദപഹ. സംസ്കൃതത്തിൽ പാദപഹ എന്ന് പറയും. എല്ലാ സസ്യങ്ങൾക്കും പാദപഹ. എന്താ പാദപഹ എന്ന് പറഞ്ഞാൽ പദ്ഭ്യാം ഇല്ലെങ്കിൽ പാദൈഹി പിബതീഹി പാദപഹ. പാദൈഹി പിബതി, വേരും കൊണ്ടാണ് അത് ആഹാരം കഴിക്കുന്നത്, വേരും കൊണ്ടാണ് അത് വെള്ളം ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് പാദൈഹി പദ്ഭ്യാം പിബതീഹി പാദപഹ എന്ന് പേര് വെച്ചു. എന്നാൽ അത്രത്തോളം ഇൻവെൻഷൻ ഉണ്ട്. ഓരോരോ പേരും സംസ്കൃതത്തിൽ ഓരോരോ കണ്ടാൽ അതൊരു അത്ഭുതമാണ്. സംഗീതം കണ്ടാൽ 7 സ്വരം, സാരി എല്ലാവർക്കും അറിയാം. ആ 7 സ്വരത്തിൽ ഇടീ പ്രപഞ്ചത്തിലെ എല്ലാ സ്വരങ്ങളും ആ 7 സ്വരത്തിലുണ്ട്. നിങ്ങൾ ഒരു സംഗീത വിദ്വാനുണ്ടായാൽ അവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഏതൊരു സൗണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജനറേറ്റർ സ്റ്റാർട്ട് ആവുമ്പോ ഇത് ഇങ്ങനത്തെ സ്വരമാണ്, എന്താ പറയാ മലയാളത്തിൽ കാണിച്ചു തരുമോ, വയലിനില്ലേ കാണിച്ചു തരുമോ, ഇത് ഈ സൗണ്ടാണ്, ഇത് സംഗീതത്തിന്റെ ഈ സ്വരത്തിൽ ഇത് ആ ജനറേറ്ററിന്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നു. അതൊരു തമാശയല്ല. ഈ ജനറേറ്ററിന്റെ സൗണ്ട് എന്നല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദങ്ങളും ആ 7 സ്വരത്തിലുണ്ട്. അതൊരു ഗിമിക്കാണ്, ഒരു ഇതാണ്, അത് അത്ഭുതമാണത്. എല്ലാ സ്വരങ്ങളെയും ആ 7 സ്വരത്തിനുള്ളിൽ കൂട്ടി വെച്ചു. അങ്ങനെ ഒരു സൂത്രമായിട്ടോ ഒരു ശ്ലോകമായിട്ടോ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ സംസ്കൃതത്തിൽ. ഇപ്പോ ഒരു സംസ്കൃത വാക്യങ്ങൾ അതിന്റെ ഉപസർഗ എന്ന് പറയും, പിന്നെ ധാതു എന്ന് പറയും. ഈ ഉപസർഗ 21 ഉപസർഗങ്ങളെല്ലാം ഉണ്ട്. 21 ഉപസർഗങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഉപസർഗങ്ങളും ഉണ്ട്. പിന്നെ ധാതു ഉണ്ട്. ഇപ്പോ തിഷ്ഠതി അതൊരു ധാതുവാണ്. തിഷ്ഠതി അതൊരു ധാതു, സംസ്കൃതത്തൊരു ധാതു തിഷ്ഠതി. ഗതിനിവൃത്തവും അതാണ് അതിന്റെ അർത്ഥം. ഗതിനിവൃത്തം, ഗത്യർത്ഥക നിവൃത്തിയർത്ഥക, 2 അർത്ഥങ്ങളുണ്ട്. വിരുദ്ധാർത്ഥമാണ്, 2 വിരുദ്ധാർത്ഥം. ഗത്യർത്ഥക മൂവി, നിവൃത്തി സ്റ്റോപ്പ്. അതിൽ ഒരു ഉപസർഗം അതിന് ചേർത്താൽ വേറെ അർത്ഥങ്ങൾ കിട്ടും. 21 ഉപസർഗം 21 അർത്ഥം. തിഷ്ഠതി, പ്രതിഷ്ഠതി, സംതിഷ്ഠതി, വിതിഷ്ഠതി, വി ഉപസർഗമാണ്. പ്രതിഷ്ഠതി, പ്രതിഷ്ഠതി, തിഷ്ഠതി, സംതിഷ്ഠതി, എന്നൊരു ഉപസർഗം, ഉത്തിഷ്ഠതി. ഇങ്ങനെ അർത്ഥങ്ങൾ മാറി ഒരു ഉപസർഗം ചേർത്താൽ 21 അർത്ഥം വന്നു. ഉപസർഗം മാത്രം വേറെയാണ്. ഈ ധാതു അതൊന്നാണ്. വേറെ ഏതിലും വേറെ ഭാഷയിലും ഇങ്ങനെയുള്ള ഒരു ഇതില്ല, ഇൻവെൻഷൻ ഇല്ല, ഇങ്ങനെയുള്ള ഒരു അത്ഭുതം ഇല്ല. എനിക്ക് ഈ മലയാളം കുറച്ച് ഇഷ്ടം എന്താന്ന് പറഞ്ഞാൽ ഈ മലയാള ശബ്ദം സംസ്കൃത ഭൂയിഷ്ടമാണ്. നിങ്ങളെ കർണാടകത്തിനും കുറച്ച് കൂടുതലും പറയാം. പഴയ കന്നഡ പറയും, പഴയ കന്നഡ കർണാടകത്തിൽ പറയും. അതിൽ സംസ്കൃത ഭൂയിഷ്ടമുണ്ട്. പക്ഷെ ആധുനിക കന്നഡത്തിൽ അത്രത്തോളം ഇല്ല. ഇംഗ്ലീഷ് വന്നു അതുകൊണ്ട്. പക്ഷെ മലയാളം അങ്ങനെയല്ല, ഒരേ സംസ്കൃത ഭൂയിഷ്ടമായ ഭാഷയാണ്. അതുകൊണ്ട് ആയിരിക്കും ദേവഭാഷ എന്നുള്ള പേരുണ്ട് മലയാളത്തിൽ. ദേവഭാഷ എന്നുള്ള പേരും മലയാളത്തിലേക്കും പറയും, സംസ്കൃതമാണ്. അങ്ങനെയുള്ള ഒരേ കണ്ട ഈ സംസ്കൃതം മാത്രമല്ല, വേദം, സംസ്കൃതം ഇങ്ങനെയുള്ള ഏതേ ആയാൽ അതിലുള്ള ഒരു ഇൻവെൻഷൻ അതൊരു അത്ഭുതമാണ്. നമ്മുടെ ഋഷി
നമ്മൾക്ക് തന്ന ഒരു പ്രസാദമാണിത്. ഈ ദേവഭാഷയായിരിക്കും, ഈ ഭാഷയായിരിക്കും, ഈ വേദങ്ങളായിരിക്കും, ഇതെല്ലാമായിരിക്കും. അങ്ങനെ നമ്മൾ റിയലി एव
മന്ത്രഭാഗത്തിലും ഒരു കഥ വരുന്നുണ്ട്. കഥ പറയാം, സ്റ്റോറി. ഈ വിനിയോഗം ഇല്ലാത്ത ഇങ്ങനെ മന്ത്രഭാഗങ്ങളുണ്ട്. ഇതിൽ യാതൊരു വിനിയോഗം ഇല്ല. ഇവിടെ ഒരു കഥ വരുന്നുണ്ട്. അഗ്നേ ത്രയോധ്യായാംസോ ഭ്രാതാസം. ഈ കഥ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥാഭാഗം ഉണ്ടാവും. പിന്നെ അതിൽ ഒരു ശാസ്ത്ര വാക്യങ്ങളും ഉണ്ടാവും. ശാസ്ത്ര ആധാരങ്ങൾ, ശാസ്ത്രവാക്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങുകൾ, അതിനുള്ള ആധാരങ്ങൾ ശാസ്ത്രവാക്യങ്ങൾ എന്ന് പറയും. വേദവാക്യങ്ങൾ, അത് ശാസ്ത്രവാക്യം. വേദവാക്യം ശാസ്ത്രവാക്യം. ആ ശാസ്ത്രവാക്യം വരുന്ന മുമ്പേ അർത്ഥവാദോപത്തീച്ച ലിംഗം താത്പര്യ നിർണയ അർത്ഥവാദ എന്ന് പറയും. എനിക്ക് അപ്പോ അതിന്റെ ശബ്ദം വന്നില്ല. അർത്ഥവാദ മീൻ അഡ്വർടൈസ്മെന്റ്. അതെന്തിനാ അർത്ഥവാദ? ഇവിടെ ഈ വാക്യങ്ങൾ ഇതിന് അർത്ഥവാദ എന്ന് പറയും. അർത്ഥവാദോപത്തീച്ച അർത്ഥവാദ. അഗ്നേസ്ത്രയോധ്യായാംസോ ഭ്രാതാസം. ഇവിടെ ആ കഥയാണല്ല മുഖ്യം. കഥയാണ് മുഖ്യമല്ല. അതിന്റെ അവസാനം വരുന്ന ഇതുണ്ടല്ലോ, ശാസ്ത്ര പ്രമാണങ്ങളുണ്ടല്ലോ, അതാണ് നമ്മൾക്ക് മുഖ്യം. ആ ശാസ്ത്രവാക്യങ്ങൾക്ക് വേണ്ടി ഒരു കഥ വരും. അത് അർത്ഥവാദ എന്ന് പറയും. അഡ്വർടൈസ്മെന്റ് എന്ന് പറയാം. അഗ്നേസ്ത്രയോധ്യായാംസോ ഭ്രാതാസം. അഗ്നിക്ക് 3 പേര് ഭ്രാതര, സഹോദരന്മാര് ഉണ്ടായിരുന്നത്. തേ ദേവേഭ്യോ ഹവ്യം വഹന്ത. അവരും ദേവേഭ്യ ഹവ്യം ഹവിസ് വഹന്ത. മനസ്സിലായോ? വഹന്ത പ്രാണീയന്ത. സഹ അഗ്നി അഭിഭേദ് പറഞ്ഞു. ദേവതാ പ്രേഷമൈത്യം തന്മധ്യ പ്രാവതി ധിയാധിയാത്മാവധ്യാത് അസൂര്യോ വാ പ്രാപോത ഇതി സ്മാൻ മധ്യം ധിയാധിയാത്മന്തി ശബ്ദോ ഹി തമദ്മവിന്ദത്. അവർക്ക് അവര് ഹവിസ് പോയിട്ട് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് കഴിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട്, നിങ്ങൾ എന്ത് കഴിക്കും? അഗ്നിയാണ് കഴിക്കുന്നത്. ഈ 3 പേര് ഭ്രാതന്മാർ, സഹോദരന്മാര്, ഞങ്ങൾ എന്ത് കഴിക്കും എന്ന് ചോദിച്ചത്. അപ്പോ ഭഗവാൻ പറഞ്ഞത്, ഈ യദൈവ ഗൃഹീതസ്യാഹൃതസ്യ ബഹിഃപരിധിസ്കന്ദതി തൻ മേ ഭ്രാതൃണാം ഭാഗതേയം. ഹോമം ചെയ്യുമ്പോൾ പരിധി എന്ന് വെക്കും. പരിസ്തരണത്തിന്റെ ഉള്ളിലാണ് പരിധി വെക്കുന്നത്. അറിയാം, ആ ശബ്ദങ്ങൾ അറിയാം. ജസ്റ്റ് ടെക്നിക്കൽ വേർഡ്, പാരിഭാഷിക ശബ്ദങ്ങളാണ്. പരിസ്തരണ എന്ന് പറഞ്ഞാൽ ദർഭവിക്കും. അതിന്റെ ഉള്ളിലാണ് പരിധി വയ്ക്കുക. ആ ബഹിഃപരിധി സ്കന്ധതി, പരിധിന്റെ പുറത്ത് വീണ ആ ഹവിസ്, അത് ഏതെങ്കിലും ആവട്ടെ, നെയ്യോ ചരവും ആയിരിക്കും. ഇങ്ങനെയുള്ള ഏത് ഹവിർഭാഗം തത് മേ ഭ്രാതൃണാം, അത് ആ അഗ്നിന്റെ സഹോദരന്മാർക്കുള്ള ഹവിർഭാഗമാണത്. അതിനെ എടുത്തിട്ട് ഉള്ളിൽ ഇടാൻ പാടില്ല എന്നുള്ള ഇതാണ്. അതുകൊണ്ട് തസ്മാത് എന്ന് വരുന്നത് ശാസ്ത്രവാക്യാണ്. തസ്മാത് ഗൃഹീതസ്യാഹൃതസ്യ ബഹിഃപരിധിസ്കന്ദതി തേഷാം തത് ഭാഗധേയം താനേവ കേവ പ്രേരാക്കി. അതുകൊണ്ട് ആ ഭാഗധേയം എന്ന് പറഞ്ഞ ഹവിർഭാഗം അത് എടുത്തിട്ട് ഹോമത്തിന്റെ ഉള്ളിലിടരുത്. എവിടെ വീണത്? പരിധിന്റെ പുറത്ത്, പരിസ്ഥാനത്തിന്റെ ഉള്ളിൽ. ആ ഒരു ഭാഗത്ത് വീണ ആ ഹവിർഭാഗം അതെടുത്ത് അഗ്നിന്റെ ഉള്ളിൽ ഇടരുത്. അങ്ങനെ ഇങ്ങനെയുള്ള ഈ ഹോമത്തിന്റെയാണ് ഏറ്റവും വരുന്നത്.
ഈ ഹദിസ് ഇത് എങ്ങനെ വേണം? അതിനുണ്ട് ചെറു നമ്മൾ അഭ്യുദ്ഭാഗത്തിന് ചെറു വയ്ക്കുമ്പോൾ, ചെറു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ അരി വേവിക്കുക, അരിനെ വേവിക്കുക, ചോറ് അതിന് ചെറു എന്ന് പറയും. ഇത് ഹോമത്തിന്റെ പാരിഭാഷിക ശബ്ദത്തിൽ ടെക്നിക്കൽ ഭാഗമായിട്ട് ചെറു എന്ന് പറയും. ആ ചെറു വയ്ക്കുമ്പോൾ യോ വിദഗ്ധ സ നൈരുത, അത് വിദഗ്ധ എന്ന് പറഞ്ഞാൽ എന്താവുക, ചീഞ്ഞു പോവുക, എന്താ പറയാ, ഈ തീ കൂടുതൽ വേവ്, തീ കൂടുതലായിട്ട് അടി കരിഞ്ഞു പോവുക, അങ്ങനെയുള്ള അവിഭാഗമാവരുത്. ആയ സ നൈരുത, അത് രാക്ഷസന്മാരെ പോകുന്നത്. യോ അശിർത്ത സ രൗദ്ര, അശിർത്ത വേവാതെ ഇരുന്ന അരി വേവില്ല, ചോറ് വേവില്ല, നല്ലോണം വേണം. ആ വേവാതെ വേവ അങ്ങനെ പറയാം. അങ്ങനെയുള്ള ആ ചെറുവ് സ രൗദ്ര, അത് രാജസമായ രജോഗുണമുള്ള ചെറുവായി, അത് ഹോമിക്കരുത്. യശ്രുത സ ദേവ, നല്ലോണം വേവണം. എത്ര വേവണം? നമ്മൾക്ക് കഴിക്കാൻ എത്ര വേവണം അത്രത്തോളം ആ വേവണം, ആ വിഭാഗം. അതാണ് പ്രമാണം. അതാണ് നമ്മൾക്ക് എത്ര കഴിക്കാൻ, മനുഷ്യന്മാരെ കഴിക്കാൻ എത്ര വേവണം അത്ര വേവണം. യശ്രുത സ ദേവ, അതുകൊണ്ട് വേവാതെ ഇരുന്ന ആ വിഭാഗവും പറ്റില്ല. പിന്നെ എന്താ പറയാ, അതും അവര് നല്ലോണം വേണം. അങ്ങനെയുള്ള ചെറുവാണ് നമ്മൾ, ആ വിഭാഗമാണ് നമ്മൾ ആഹുതി ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരേ ഹോമത്തിനുള്ള ആധാരങ്ങൾ ശാസ്ത്രവാക്യങ്ങളാണ്. ഇതെല്ലാം അതിൽ എസ്പെഷ്യലായിട്ട് ഈ ആരാമത്തെ കൃഷ്ണം, 5 ആരാമത്തെ കൃഷ്ണം, 5ാമത്തെ കൃഷ്ണം അങ്ങനെയാണ്, 6ാമത്തെ കൃഷ്ണമാണ്. ഇത് മൊത്തം എങ്ങനെ ചെയ്യണമെന്നുള്ള എല്ലാ ഹോമത്തിന്റെ, അത് കേവലം ശ്രൗതല്ല, ശ്രൗത സ്മാർത്ത രണ്ടിനും ഇതേയാണ് ആധാരം. പിന്നെ യജുർവേദേന യജുർവേദാണ് ഈ സ്ഥാനത്തിൽ ഇരിക്കേണ്ടത്. യജുർവേദികളാണ്. യജുർവേദേന ധ്രിയു, സാമവേദേനോദ്ഗത സാമവേദം. മനഃപൃഥിവ്യായജ്ഞയമൈച്ഛദ്ധഘൃതം നിഷിക്തമവിന്ദത്സോഗ്രദേകോശ്ചേശ്വരോ യജ്ഞേ വിഭക്തോരതിവാനപ്രോതാം മിത്രാമരുണോരീശ്വരോ കർത്തോ സ്വഹിതോ തതോ കാര്യം സദൈവ യഥാകും സായത്ര യത്രം ചക്രാമത്വതോ ഘൃതമവേദ്യതസ്വാൻ ഘൃതമത്യുച്യതേ തദസ്യേനം നോമഭൂതം വതന്തരം പ്രമദത്യത്യാഹേയം വൈവതന്തരമിമാനേവ സഹാന്നാദ്യേനോ തക്വയനവഹോനന്ദ
यच्छदिदेव सनिकरेव त्वे प्राहेत्याः प्रसोद्देवहस्तब्रह्मेत्याः सहिब्रह्मिस्तस्य यज्ञम् पाहि यज्ञपतिम् पाहि सन्ना पाहीत्याह यज्ञाय यजमानायात्मने एवाभिषमानास्तेनाज्ञाश्चाख्याः देवानि यजेति ब्रह्मराजिनो वदन्ते सा देवता अथगतम एते देवानि विशुन्नांसेति प्रोयाज्ञायत्रे विष्णुभञ्जगते विद्यतो
ऋग्वेद ഘനപാഠം, പിന്നെ യജുർവേദ
ರುದ್ರಾಧ್ಯಾಯ ಜನಭಾಗ ಕೇಳ್ಕೊ. ಓಂ ಶ್ರೀ ಗುರುಭ್ಯೋ ನಮಃ. ಹರಿ ಓಂ. ಅಜಂ ಮೇ ಹಸ್ತೋ ಭಗವಾನ್ ಅಜಂ ಮೇ ಭಗವತ್ತರಃ ಅಜಂ ಮೇ ವಿಶ್ವಭೇ ಶಜೋಜಂ ಶಿವಾಭೇ ಮದಸನಃ. ಓಂ ಅಜಂ ಮೇ ವೇದಮಜಂ ಮೇ ಹಸ್ತೋ ಹಸ್ತೋ ವೇದಮಜಂ ಮೇ ಹಸ್ತಃ ಮೇ ಹಸ್ತೋ ಹಸ್ತೋ ಮೇ ಹಸ್ತೋ ಭಗವಾನ್ ಭಗವಾನ್ ಹಸ್ತೋ ಮೇ ಹಸ್ತೋ ಭಗವಾನ್ ಹಸ್ತೋ ಭಗವಾನ್ ಭಗವಾನ್ ಹಸ್ತೋ ಹಸ್ತೋ ಭಗವಾನ್ ಅಜಮಜಂ ಭಗವಾನ್ ಹಸ್ತೋ ಹಸ್ತೋ ಭಗವಾನ್ ಅಜಂ ಭಗವಾನ್ ಅಜಮಜಂ ಭಗವಾನ್ ಭಗವಾನ್ ಅಜಮೇ ವೇದಂ ಭಗವಾನ್ ಭಗವಾನ್ ಅಜಂ ಮೇ ಭಗವಾನಿತಿ ಭಗವಾನ್ ಅಜಂ ಮೇ ವೇದಮಜಂ ಮೇ ಭಗವತ್ತರೋ ಭಗವತ್ತರೋ ವೇದಮಜಂ ಮೇ ಭಗವತ್ತರಃ ಮೇ ಭಗವತ್ತರೋ ಭಗವತ್ತರೋ ಮೇ ಭಗವತ್ತರಃ ಭಗವತ್ತರ ಇತಿ ಭಗವತ್ತರಃ ಅಜಂ ಮೇ ಮೇಯಮಜಂ ಮೇ ವಿಶ್ವಭೇ ಶಜೋ ವಿಶ್ವಭೇ ಶಜೋ ಮೇಯಮಜಂ ಮೇ ವಿಶ್ವಭೇ ಶಜಃ ಮೇ ವಿಶ್ವಭೇ ಶಜೋ ವಿಶ್ವಭೇ ಶಜೋ ಮೇ ವಿಶ್ವಭೇ ಶಜೋಜಮಜಂ ವಿಶ್ವಭೇ ಶಜೋ ಮೇ ವಿಶ್ವಭೇ ಶಜೋಜಂ ವಿಶ್ವಭೇ ಶಜೋಜಮಜಂ ವಿಶ್ವಭೇ ಶಜೋ ವಿಶ್ವಭೇ ಶಜೋಜಂ ಶಿವಾಭೇ ಮದಶನೋ ಶಿವಾಭೇ ಮದಶನೋಜಂ ವಿಶ್ವಭೇ ಶಜೋ ವಿಶ್ವಭೇ ಶಜೋಜಂ ಶಿವಾಭೇ ಮದಶನಃ ವಿಶ್ವಭೇ ಶಜ ಇತಿ ವಿಶ್ವಭೇ ಶಜಃ ಅಜಂ ಶಿವಾಭೇ ಮದಶನಃ ಶಿವಾಭೇ ಮದಶನೋಜಮಜಂ ಶಿವಾಭೇ ಮದಶನಃ ಶಿವಾಭೇ ಮದಶನ ಇತಿ ಶಿವಾಭೇ ಮದಶನಃ. ಓಂ ಶಾಂತಿ ಶಾಂತಿ ಶಾಂತಿ. രുദ്രാധ്യായത്തിന്റെ രണ്ടാമത്തെ അനുവാദം കഴിഞ്ഞു. നമോ ഹിരണ്യബാഹവേ ಹಿರಣ್ಯವಾಹವೇ ನಮೋ ನಮೋ ಹಿರಣ್ಯವಾಹವೇ ಸೇನಾನ್ಯೇ ಸೇನಾನ್ಯೇ ಹಿರಣ್ಯವಾಹವೇ ನಮೋ ನಮೋ ಹಿರಣ್ಯವಾಹವೇ ಸೇನಾನ್ಯೇ ಹಿರಣ್ಯವಾಹವೇ ಸೇನಾನ್ಯೇ ಸೇನಾನ್ಯೇ ಹಿರಣ್ಯ
स्वस्तिञ्जराय कृषीमते कृषीमते स्वस्तिञ्जराय स्वस्तिञ्जराय कृषीमते पथेनाम् पथेनाम् कृषीमते स्वस्तिञ्जराय स्वस्तिञ्जराय कृषीमते पथेनाम् कृषीमते पथेनाम् पथेनाम् कृषीमते कृषीमते पथेनाम् पतये पतये पथेनाम् कृषीमते कृषीमते पथेनाम् पतये कृषीमते कृषि पथेनाम् पतये पतये पथेनाम् पथेनाम् पतये नमो नमस्पतये पथेनाम् पथेनाम् पतये नमः पतये नमो नमस्पतये पतये नमः नमो नमः नमो वक्फशाय वक्फशाय नमो नमो वक्फशाय विद्याधिने विद्याधिने वक्फशाय नमो नमो वक्फशाय विद्याधिने वक्फशाय विद्याधिने विद्याधिने वक्फशाय वक्फशाय विद्याधिने नानाम् विद्याधिने वक्फशाय वक्फशाय विद्याधिने नानाम् विद्याधिने नानाम् विद्याधिने विद्याधिने नानाम् पतये पतये नानाम् विद्याधिने विद्याधिने नानाम् पतये विद्याधिनैतिके याधिने अन्नानाम् पतये पतये नानाम् पतये नमो नमस्ततये नानाम् पतये नमः पतये नमो नमस्पतये पतये नमः नमो नमः नमो हरिकेशाय हरिकेशाय नमो नमो हरिकेशायोपदेति न उपदेतिने हरिकेशाय नमो नमो हरिकेशायोपदेतिने हरिकेशायोपदेति न उपदेतिने हरिकेशाय हरिकेशायोपदेतिने पुष्टानामुपदेतिने हरिकेशाय हरिकेशायोपदेतिने पुष्टानाम् हरिकेशायेति हरिकेशाय उपदेतिने पुष्टानाम् पुष्टानामुपदेतिन उपदेतिने पुष्टानाम् पतये पतये पुष्टानामुपदेतिन उपदेतिने पुष्टानाम् पतये उपदेतिन इत्युपदेतिने पुष्टानाम् पतये पतये पुष्टानाम् पतये नमो नमस्ततये पुष्टानाम् पतये नमः पतये नमो नमस्पतये पतये नमः नमो नमः नमो भवस्य नमो नमो भवस्य हेत्यै हेत्यै भवस्य नमो नमो भवस्य
ഇന്നത്തെ വേഗം കഴിഞ്ഞു. എല്ലാവർക്കും ശുഭരാത്രി.